पैसा कर कल दे दूंगा भाई, कब दिएगा? कल दे दूंगा कल भाई। देखा देखा जरूर। जरूर सला कल नहीं दियो ते तुझे खत्म कर दूंगा सला पैसा देता है ले तो नहीं നമ്മളും പോകുമ്പോ ഈ കോലത്തിലാവുന്നത് സലാം അലൈക്കും ബൈ. നമസ്കാരം ചേട്ടാ. നമസ്തേ നമസ്തേ ആരടാ നീയൊക്കെ എന്തിനാ ഇങ്ങോട്ടൊക്കെ വന്നേ ചേട്ടൻ മലയാളിയാണ്, ചേട്ടൻ മലയാളിയാണ്. ഏയ് ക്യാ ദേത്താ ഹരേ എന്താടാ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ ദൈവത്തിന്റെ അടുത്ത് ദർശനത്തിന് പോവും, പക്ഷെ ദാദയുടെ അടുത്ത് അരെ ചോട്ടു അപ്നാ ജി ദന്തോക മെനോ എന്നാ ഓ ദേക്കാ അതെടുത്തോണ്ടൊന്ന് ഇവരെ കാണിക്കേ ആ ആ നോക്ക് നോക്ക് കണ്ണു തുറന്ന് നോക്കിക്കോ. ഹലോ, കൈ വെട്ടുന്നതിന് 30,000, കാല് വെട്ടുന്നതിന് 50,000, കിഡ്നാപ്പ് ചെയ്യുന്നതിന് 1,00,000, ആളെ മൊത്തം തീർക്കാൻ വേണ്ടി 5 ലക്ഷം. വിലപേശലില്ല, ഫിക്സഡ് റേറ്റ്. ഇതിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് പറഞ്ഞു. കാമേഷ് കാമേശ ഡേയ്, കാമേശ് എന്ന് വെച്ചാ ആരാടാ? ചേട്ടാ, ഇവിടെ കാമേശ് എന്ന് ആരുമില്ല ചേട്ടാ. ഏയ് ശുഭേ കട്മേൽ നിങ്ങൾ വന്ന എന്തിനാന്ന് ആദ്യം പറയടാ. ആരുടെങ്കിലും കാല് വെട്ടണോ, ആരുടെങ്കിലും കൈ വെട്ടണോ, കിഡ്നാപ്പ് ചെയ്യണോ, അതോ ആരെങ്കിലും കൊല്ലണോ? ബായ് ഒരാളെ കാണാനില്ല. കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് വലിയ ആപ്പ് തന്നിട്ടാണ് പോയത്. ആ 1 2 3 4 അത് വരുമ്പോ 5 പേരല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരുത്തനെ കാണാനല്ലോ, അവൻ എവിടെ പോയടാ? നിങ്ങൾ എന്താ സാർ, നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? എണ്ണാനൊന്നും അറിയില്ലേ? ഞാൻ എണ്ണാൻ നോക്കിക്കോ. ആ എണ്ണ് 1 ആ 2 2 3 3 4 4 5. 5 എന്തടാ എന്നെയും കണക്കിൽ ചേർക്കാണോ? അതായത് നിങ്ങൾ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നാ കൺഫ്യൂസ് ആവില്ലേ? അപ്പൊ എണ്ണിയല്ലേ പറ്റുള്ളൂ. മാറി നിക്ക്. എണ്ണടാ ഇപ്പൊ നോക്കിക്കോ. തുടങ്ങിക്കോ. 1 2 2 3 4 5. കഴിഞ്ഞില്ലേ? എടാ മണ്ട, അവൻ എന്തിനാ കണക്കിൽ ഉൾപ്പെടുത്തുന്നേ? അണ്ണാ, ആ ഇപ്പൊ ഒന്നും അണ്ണൻ എന്നെ കണക്കിലേ എടുക്കുന്നില്ല. എടാ നീ ഒന്നും മിണ്ടാതിരിക്കേ. എടാ ഇനി നീ കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ എണ്ണി കാണിക്കും. ആ ശരി, വേഗം ഇനി ഞാൻ വേഗം. എണ്ണാം. ശരിക്കും നോക്കിക്കോ. 1 2 2 3 3 4 5. അരെ സാലേ ഹർബേ ഹം. ഈ കരിമ്പായുടെ അടുത്താണോ നിന്റെ കോമഡി കാണിക്കുന്നേ? ബേജ ഉടാ തൂങ്ങിയ സാലേ, അവൻ എവിടെടാ? ഞാൻ ആനന്ദിന്റെ ഫ്രണ്ടാ, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാ ഇങ്ങോട്ട്. എന്റെ ആനന്ദ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഇവളൊക്കെ നിന്റെ അച്ഛനേക്കാളും മണ്ടിയാണല്ലോടി. നിന്നെ എങ്ങനെ ഇപ്പൊ വിശ്വസിപ്പിക്കുന്ന? കണ്ടോ, ഇത് എന്റെ തന്നെയാ. ചെറിയ കുട്ടിയായിരിക്കുമ്പോ 2ാം ക്ലാസ്സിൽ വെച്ച് ഇത് ആനന്ദിന് കൊടുത്തത് ഞാൻ തന്നെയാണ്. പിന്നെ നീ വന്നോ. അവിടെ നിന്റെ അച്ഛന്റെ ആളുകളൊക്കെ ഉണ്ട്. നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി നോക്കിട്ട് വരാം. 1 2 3 4 5. എവിടുന്നാണ് ഇവ വന്നേ? അണ്ണാ, ഇതുവരെ 5 പേരില്ലെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നില്ലേ? 5ാമത്തെ ആള് വന്നപ്പോ എവിടുന്ന വന്നു വെച്ചാൽ ഞാനെന്താ ചെയ്യാനാ? ആ ശരി ശരി, നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കിഡ്നാപ്പ്. 1,00,000 ചെലവാവും. 10,000 രൂപ വരെ. ഏയ് ഇതെന്താടാ കോയമ്പേട് മാർക്കറ്റാന്ന് വിചാരിച്ചോ? പോയിക്കോ വേഗം. പോവാ. ഈ നാട്ടിൽ ചേട്ടൻ മാത്രമല്ലല്ലോ ദാതയായിട്ടുള്ളത്. ഇവിടെ റേറ്റ് അധികമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ? കേട്ടില്ലല്ലോ? നന്നായിട്ട് ജോലി തരുന്നില്ലേ? ജോലി തരുന്ന പിന്നെന്തിനാ? പോവാ. വേഗം പോടാ, ഇനി പരിസരത്ത് കണ്ടുപോകരുത്. ബായ് 5 പേട്ടി കൂടെ അവര് പോവാ. പക്കടോ സാലേക്കോ. ഏയ് മഹാലക്ഷ്മി, താക്കോല് കാണുന്നില്ല. എവിടെ വെച്ചടാ? ആ വണ്ടി താക്കോലുണ്ട്, ആ വണ്ടി കയറി പോവാ. വാടാ വാടാ വാടാ. വണ്ടി കേറുവാ. കേറി വാടാ. ഇത്രയും പ്രശ്നം നടക്കി നീ എവിടെ പോയതാ? നിനക്ക് ഈ പുളിയെ ഒരുപാട് ഇഷ്ടമാണെന്ന്
നീ എന്ത് നോക്കിക്കടാ? വണ്ടി കയറാ വന്നിട്ട് വേഗം വണ്ടി വിടടാ. റൈറ്റിലേക്ക് തിരികെ വേഗം വാ. അവനെ വിടരുത്, വിടരുത് വാ. ദേ, ഇത് വിളിക്ക്. വിടാ, പെട്ടെന്ന് വാ. Constables, catch them. പറടാ. നീ ഒന്നും മിണ്ടാതിരിക്കടാ. അത് ശരിയാവും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ശരി ശരി ശരിയടാ, ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും കേട്ടോ. വണ്ടി നിർത്തടാ, ഇപ്പൊ കാണിച്ചുതരാം. പോലീസ് നമസ്തേ സാബ്. എനിക്കിത്തിരി അഹങ്കാരം കൂടുതലാ. അതിനൊരു കാരണം. ഓഹോ, നിങ്ങളുടെ അടുത്ത് ലൈസൻസ് ഉണ്ടോ? ആ ഉണ്ട് സാർ. RTO ഓഫീസിലുണ്ട്. അവിടെ പോയി വാങ്ങാൻ മറന്നുപോയി സാർ. പൊല്യൂഷൻ ഉണ്ടോ? പുറത്തു മുഴുവൻ പൊല്യൂഷൻ ആയതുകൊണ്ട് വണ്ടിയിൽ എന്തിനാ സാർ പൊല്യൂഷൻ? ഗബ്ബർ സിംഗിന്റെ അടുത്ത് അതിന്റെ കളിയല്ലേ? എടാ നീ എന്താ ചെയ്യുന്നേ? പുറത്ത് ഇത്രക്ക് കാറ്റുണ്ടാവുമ്പോ ടയറിന്റെ അകത്ത് മാത്രം ഇത്രക്ക് കാറ്റ് എന്തിനാ? ഇങ്ങോട്ട് നോക്കാമാവാ. ഞാൻ മരുഭൂമിയിലെ ഒട്ടകം പോലെയാ. അതിനും എനിക്ക് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അതിന്റെ ടാങ്ക് മേലെയായിരിക്കും, പക്ഷെ എന്റെ ടാങ്ക് താഴെയാ. ബാക്കിയെല്ലാം സെയിം ടു സെയിം. സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ചളുവിറ്റടിച്ചാ എന്റെ പെരുമാറ്റം ഇതുപോലെ ഇരിക്കും. ഈ പവൻ കല്യാണം പോലെ അഭിനയിക്കുന്നത് വളരെ കഷ്ടമാണ്. ഏയ്, ഇവൻ പോലീസൊന്നും അല്ല, കള്ള പോലീസാ. നമ്മുടെ വീട്ടിൽ വന്ന ഗ്യാങ്ങിലെ ഒരുത്തനവൻ. അവനാണോ? അരെ പക്കടോ സാലേക്കോ. ആ വണ്ടി നിർത്തടാ. திருப்பாச்சி அருவாள தீட்டிக்கிட்டு வாடா வாடா சிங்கம் பத்த பிள்ளை இது தெரிய பக்கம் வாடா வாடா. ആരടാ നീ? മെർച്ചേ മിണ്ടാതിരിക്കടാ. പഴുത്ത് ഉണങ്ങിയിരിക്കുന്ന ഒരു ഗുണ്ടുമുളകിനെ പോലെയുണ്ടല്ലോ നിന്നെ കണ്ട. ഇവൻ എന്ത് മുളകാടാ? ആളെ നോക്കി വേണം കാര്യങ്ങൾ സംസാരിക്കാൻ. ഇതെന്താടാ ഇത്? കാറ്റടിച്ചിട്ട് രൂപ ടൈറ്റ് ചെയ്തില്ലാന്ന് തോന്നുന്നു. നീ മിണ്ടാതിരിക്കടാ. മര്യാദക്ക് ഇവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കടാ. കത്തിയെ ഞാൻ നക്കാൻ തുടങ്ങിയ എന്നെ പോലെ വേറെ ആരും കത്തിയെ നക്കലടാ കേട്ടോ. പകയും വിദ്വേഷവും എന്തിനാ ഡ്യൂഡ്? പറ്റുമെങ്കിൽ പ്രണയിക്കാം. എന്താ ഇപ്പൊ സംഭവിക്കാൻ പോണേ? ഞാൻ തരക്ക് സാമിനെ പ്രേമിക്കണം. തരൂ ഡ്യൂഡ്, നിങ്ങളുടെ അരുവാള് തരൂ 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 ഡ്യൂഡ്. ശരി കൊടുക്കടാ. ആ കാണട്ടെ. കൊടുക്ക്. ബൈ ഡ്യൂഡ്സ്. ഇവൻ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ട പോലെയുണ്ടല്ലോ. എവിടെയാണെന്ന് ഓർമ്മയില്ല. ഇവിടെ കാമേശാരുമില്ല ചേട്ടാ. അരെയോ പാഗൽ, ഇവൻ ഡൂഡല്ലടാ, ദുഷ്മനാ. പക്കട് സാലേക്കോ പക്കട്. വണ്ടി റെഡി ആയിട്ടുണ്ട്. ചലോ അവിടെ നോക്കി. ചല 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 ജൽദി ചലോ. ഇവരുടെ കല്യാണം ഇങ്ങനെ നടത്തിയാൽ മാത്രമേ നമുക്ക് സേഫ് ആയിരിക്കാൻ പറ്റൂ. ഏത് അമ്പലത്തിൽ വെച്ച് നടത്തണ്ടേ? ക്ഷേത്രത്തിലൊന്നും പോവാൻ സമയമില്ല മോളെ. എന്താടാ ചെയ്യാ? വണ്ടിയിൽ വെച്ച് തന്നെ നടത്തണം. ടെമ്പോയിൽ വെച്ച് എങ്ങനെയാ ജയ് കല്യാണം കഴിക്കുക? എന്തോ എനിക്കറിയില്ല. ഐഡിയ ഇവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കി കളയാം. ഹലോ, ജസ്റ്റ് ഡയലാണോ? ഞാനിവിടെ വ്യാസപ്പടിയുടെ ഭാഗത്താണുള്ളത്. ഇവിടെ ഒരു കപ്പിളിനെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാ. ഏതെങ്കിലും പൂജാരിയുടെ നമ്പർ അറിയാമെങ്കിൽ ഒന്ന് അയക്കാവോ? താങ്ക് യു.